ശബരിമല വിഷയത്തിൽ വ്യാജ പ്രചാരണവുമായി പാലക്കാട് ജില്ലാ കോൺഗ്രസ് രംഗത്ത്. ശബരിമലയിലെത്തുന്ന ഭക്തരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ പാലക്കാട് ജില്ലാ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ ഭജന എന്ന പരിപാടിയുടെ പോസ്റ്ററിലാണ് വ്യാജ പ്രചാരണം. തിരക്കിനിടെ പിതാവിനെ കാണാതായതിനെ തുടർന്ന് കരയുന്ന ഒരു തമിഴ്നാട് സ്വദേശിയെ കുഞ്ഞിൻ്റെ ചിത്രം ഉപയോഗിച്ചാണ് വ്യാജ പ്രചാരണം. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. നമസ്കാരം, ഗുഡ് മോർണിംഗ്. പാലക്കാട് കോട്ട മൈതാനത്ത് നിന്ന് നടക്കാൻ പോകുന്ന പ്രതിഷേധ ഭജന എന്ന പരിപാടിയുടെ പോസ്റ്ററാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. കാരണം ആ ചിത്രം വ്യാപകമായി ഉത്തരേന്ത്യയിലടക്കം സംഘപരിവാർ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നതാണ്. കേരളത്തിൽ ഭക്തരോട് ഇത്തരത്തിലുള്ള ക്രൂരതകൾ കാണിക്കുന്നു എന്നുള്ള തരത്തിൽ അത് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ ചിത്രം കേരളത്തിൽ പാലക്കാട് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന പരിപാടിയിൽ, ഞാനിപ്പോൾ ഉള്ള കോട്ട മൈതാനത്താണ് ആ പരിപാടി നടക്കുന്നത്, ആ പരിപാടിയുടെ പ്രചരണാർത്ഥം തയ്യാറാക്കിയിട്ടുള്ള പോസ്റ്ററിലാണിപ്പോൾ ആ കുട്ടികളുടെ ചിത്രങ്ങളുള്ളത്. നമുക്കറിയാം ആ ചിത്രത്തിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം നിലയ്ക്കലിലും പമ്പയിലും ഒക്കെ ഉണ്ടായ തിരക്കിനിടെ സ്വന്തം പിതാവിനെ കാണാതായ പശ്ചാത്തലത്തിൽ ആ കുട്ടി കരയുന്ന പോലീസുകാരോട് വിഷമത്തോടു കൂടി തൻ്റെ പിതാവിനെ കാണുന്നില്ല എന്ന് പറയുന്നതാണ്. ആ കുട്ടിയുടെ അച്ഛനെ കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടി പോലീസിന് ടാറ്റ പറഞ്ഞു പോകുന്ന കുട്ടിയുടെ ചിത്രങ്ങളും നമ്മൾ കണ്ടതാണ്. എന്നാൽ ആ ചിത്രത്തെ വളരെ അതായത് കേരളത്തിൽ എന്തോ ഭക്തരോട് വലിയ രീതിയിലുള്ള ക്രൂരത നടക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ആ തരത്തിലുള്ള പ്രചരണം നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിൽ വിവിധ സംഘപരിവാർ ഹാൻഡിലുകൾ അത്തരത്തിലുള്ള ശ്രമം നടത്തുമ്പോഴാണ് പാലക്കാട്ടെ കോൺഗ്രസ് കമ്മിറ്റിയും പുറത്തിറക്കിയിട്ടുള്ള ഒരു പോസ്റ്ററിൽ ഈ ഇത്തരത്തിലുള്ള ഒരു ചിത്രം പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെയാണ് പരിപാടി നടക്കുന്നത്. ഞാനിപ്പോഴുള്ള ഈ കോട്ട മൈതാനത്താണ് പരിപാടി നടക്കുന്നത്. 10 മണിക്കാണ് ഈ പരിപാടി നടക്കുന്നത്. എന്തായാലും ഈ പോസ്റ്റർ തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ വിവാദം രൂപപ്പെട്ടിട്ടുണ്ട്. മന്ത്രി MP രാജേഷ് അടക്കം ഇത് തെറ്റിദ്ധരിപ്പിക്കലാണ്, കൃത്യമായിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ് എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഈ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ നിലവിൽ ജില്ലാ നേതൃത്വം, കോൺഗ്രസ് ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ ഈ പരിപാടി തുടങ്ങുന്ന മുറയ്ക്ക് തേടാൻ കഴിയും. എന്തായാലും ഇത് കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ ഭക്തരോടുള്ള വിവേചനം മൂലമല്ല കുഞ്ഞ് കരയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ കുട്ടിയുടെ അച്ഛനെ കാണാതായപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. അതിനുശേഷം ആ കുട്ടിയുടെ അച്ഛനെ കണ്ടതിന് ശേഷം സന്തോഷത്തോടു കൂടി ചിരിച്ച് പോലീസുകാരോട് യാത്ര പറഞ്ഞു പോകുന്ന കുട്ടിയുടെ ചിത്രങ്ങളും നമ്മൾ കണ്ടതാണ്. എന്തായാലും അതിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിനാണ് വിമർശനത്തിന് വിധേയമാകുന്നതും. SK.